സായി കൃഷ്ണൻ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പേർക്ക് മനസ്സിലാകുക സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞാലായിരിക്കും. ഇദ്ദേഹം ബിഗ് ബോസിന്റെ റിവ്യൂ പറഞ്ഞ് ഈ പ്രാവശ്യം ഇദ്ദേഹം ബിഗ് ബോസ് കളിക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇദ്ദേഹത്തിന്റെ ഗെയിം പ്ലാനിങ് എങ്ങനെയായിരിക്കുമെന്ന്. സാധാരണ എല്ലാവർക്കും ബിഗ് ബോസിൽ പോയി കളി തുടങ്ങിയ ശേഷമാണ് സപ്പോർട്ടുകൾ കിട്ടുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് നേരെ മറിച്ചാണ്. കാരണം ഇദ്ദേഹം ഒരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ പല യൂട്യൂബ് ചാനലുകളും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുകയും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ എല്ലാ സീസണുകളിലും യൂട്യൂബ് ചാനലുകൾ ഒരാളെ പിടിച്ച് അയാൾക്ക് രാജാവിന്റെ പട്ടം ചാർത്തി കൊടുക്കാറുണ്ട്. പിന്നീട് അയാളെ പറ്റിയാണ് യൂട്യൂബ് ചാനലുകൾ വീഡിയോ ഇടാറ്. ഈ പ്രാവശ്യം ഇവർക്ക് രാജാവിന്റെ പട്ടം ചാർത്താൻ ആരെയും കിട്ടിയില്ല. ഇദ്ദേഹം ബിഗ് ബോസിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞത് മുതൽ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം രാജാവിന്റെ പട്ടം ചാർത്താൻ സാധ്യത ഇദ്ദേഹത്തിനായിരിക്കും. ഈ സപ്പോർട്ട് ഇദ്ദേഹത്തിന് പിന്നീട് ബാധ്യതയാകുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ബാധ്യതയാവാതിരിക്കട്ടെ, ഇദ്ദേഹം നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കട്ടെ. സാധാരണ മറ്റുള്ളവരെ വെച്ചാണ് സീക്രട്ട് ഏജന്റ് അരി വാങ്ങാറ്. ഈ പ്രാവശ്യം ഇദ്ദേഹത്തെ വെച്ച് മറ്റുള്ള യൂട്യൂബേഴ്സ് അരി വാങ്ങും.